ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ കൃഷ്ണകുമാരി. സ്പർശ് വെൽനസിലേക്ക് സ്വാഗതം. നമ്മുടെ ശരീരത്തിലുള്ള വ്യത്യസ്ത ഗ്രന്ഥികൾ ഉത്പാദിപ്പിക്കുന്ന രാസവസ്തുക്കളെയാണ് ഹോർമോണുകൾ എന്ന് പറയുന്നത്. ഈ ഹോർമോണുകൾ രക്തപ്രവാഹത്തിലൂടെ നമ്മുടെ വിവിധ അവയവങ്ങളിലേക്കും കോശങ്ങളിലേക്കും എത്തി അവയുടെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുകയും നിയന്ത്രിക്കുകയും ഒക്കെ ചെയ്യുന്നു. നമ്മളിൽ പലരും പല ദുഷ്കരമായ ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു വരുന്നവരാണ്. മാനസിക സമ്മർദ്ദം, ദുഃഖം, നിരാശ എന്നിവ പിന്നെ അവരെ വിഷാദ രോഗത്തിലേക്കോ അഥവാ ഡിപ്രഷനിലേക്ക് എത്തിച്ചേരുന്നു. ഉറക്കക്കുറവ്, യാതൊന്നിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റാതെ ഇരിക്കുക, ജീവിതത്തിൽ ഒന്നിലും താല്പര്യമില്ലാതെ ഇരിക്കുക, വിശപ്പില്ലായ്മ എന്നിവ ഈ അസുഖത്തിന്റെ ലക്ഷണങ്ങളാണ്. ചികിത്സിച്ചില്ലെങ്കിൽ ഇത് സെൽഫ് ടോർച്ചർ അഥവാ സ്വയം പീഡിപ്പിക്കുന്നതിനും ആത്മഹത്യക്കും ഒക്കെ തന്നെ കാരണമായി തീരും. എന്നാൽ നമുക്ക് സന്തോഷം, സംതൃപ്തി, സമാധാനം എന്നിവ തരുന്ന ഹോർമോണുകളാണ് ഹാപ്പി ഹോർമോൺസ്. ഈ ഹോർമോൺസ് നമ്മുടെ ശരീരത്തിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്നു. ഇവ ഡോപ്പമൈൻ, ഓക്സിറ്റോസിൻ, സീറോട്ടോണിൻ, എൻഡോർഫിൻ എന്നിവയാണ്. ഈ ഹോർമോണുകൾ നമ്മുടെ മനോനില നിയന്ത്രിക്കുന്നതിനും പരസ്പര വിശ്വാസം, സാമൂഹിക ബന്ധം എന്നിവ നിലനിർത്തുന്നതിനും ആനന്ദം, സന്തോഷം എന്നിവ നൽകുന്നതിനും നമ്മളെ സഹായിക്കുന്നു. ഇതിൽ ആദ്യത്തേത് ഡോപ്പമൈൻ എന്ന ഹോർമോണാണ്. ഇത് ഫീൽ ഗുഡ് ഹോർമോൺ എന്ന് അറിയപ്പെടുന്നു. ഇത് സന്തോഷം, സമാധാനം, മോട്ടിവേഷൻ ഓർ പ്രചോദനം, റിവാർഡ് ഒരു പ്രതിഫലം എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നമുക്ക് എപ്പോൾ സന്തോഷമുണ്ടായാലും ഡോപ്പമൈൻ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ നല്ല രുചികരമായ ഭക്ഷണം കഴിക്കുന്നു, പല സന്തോഷകരമായ ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കുന്നു, നമുക്ക് ആരെങ്കിലും ഗിഫ്റ്റ് തരുന്നു, പ്രൊമോഷൻ കിട്ടുന്നു, അവാർഡ് കിട്ടുന്നു എന്നിവയിലെല്ലാം ഡോപ്പമൈൻ ഹോർമോൺ കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഇപ്പോൾ നമുക്ക് സന്തോഷകരമായ ഒരു ഫീലിംഗ് ഉണ്ടാകുന്നു. ഈ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുമ്പോൾ നമുക്ക് സന്തോഷമുണ്ടാകുന്നു. ആൻഡ് ഈ സന്തോഷം വീണ്ടും വീണ്ടും ഉണ്ടാകാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് രുചികരമായ ഭക്ഷണങ്ങൾ വീണ്ടും വീണ്ടും കഴിക്കാനും ഇഷ്ടപ്പെട്ട പാട്ടുകൾ വീണ്ടും വീണ്ടും കേൾക്കാനും നമ്മൾ ആഗ്രഹിക്കുന്നു. ഇത് നമ്മുടെ റിവാർഡ് ആൻഡ് മോട്ടിവേഷൻ സിസ്റ്റത്തെ ഉദ്ദീപിക്കുന്നു. അതുകൊണ്ട് ജീവിക്കാനുള്ള പ്രചോദനം ഉണ്ടാകുന്നത് ഈ ഹോർമോണിന്റെ ഫലമായിട്ടാണ്. ഈ ഹോർമോണിന് എന്തെങ്കിലും ഇംബാലൻസ് ഉണ്ടായാൽ നമ്മുടെ മൂഡ് തന്നെ ചേഞ്ച് ചെയ്യുന്നു. പക്ഷേ ഈ ഡോപ്പമൈൻ്റെ എഫക്റ്റ് വളരെ കുറച്ചു നേരം മാത്രമേ നമ്മുടെ ശരീരത്തിൽ നിലനിൽക്കുകയുള്ളൂ. അത് റീഅബ്സോർബ് ചെയ്യപ്പെടുന്നു. അതുകൊണ്ട് ഡോപ്പമൈൻ തരുന്ന സന്തോഷവും വളരെ കുറച്ചു നേരം മാത്രമേ നമ്മുടെ ശരീരത്തിൽ നിൽക്കുകയുള്ളൂ. അതുകൊണ്ട് നമ്മൾ വീണ്ടും വീണ്ടും ഈ സന്തോഷം കിട്ടാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. അത് പലപ്പോഴും അഡിക്ഷനിലേക്ക് എത്തുന്നു. ഇപ്പോൾ രുചികരമായ ഭക്ഷണങ്ങൾ വീണ്ടും വീണ്ടും കഴിക്കാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ ചില ഭക്ഷണങ്ങൾ, അതായത് പ്രോസസ്ഡ് ഫുഡ്, ബേക്കറി ഐറ്റംസ്, ദെൻ സോഫ്റ്റ് ഡ്രിങ്ക്സ് എക്സെട്ര എന്നിവ കഴിക്കുകയാണെങ്കിൽ അതിൽ അഡിക്ഷൻ ഉണ്ടാവുകയാണെങ്കിൽ അമിതമായ വണ്ണം, പ്രമേഹം തുടങ്ങിയ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് അല്ലെങ്കിൽ മറ്റു പലതരം അസുഖങ്ങളും ഉണ്ടാകാൻ ഇത് കാരണമാക്കുന്നു. അതുപോലെ തന്നെ മദ്യം, മയക്കുമരുന്ന് എന്നിവയിലാണ് നമുക്ക് കൂടുതൽ താല്പര്യം തോന്നുന്നെങ്കിൽ കാലക്രമേണ ഇതിൽ ഒരു അഡിക്ഷൻ ഉണ്ടാകുന്നു. അത് പല ബുദ്ധിമുട്ടുകൾക്ക്, ശാരീരികം, മാനസികം, സാമൂഹ്യമായ പല ബുദ്ധിമുട്ടുകൾക്കും ഇടയാക്കുന്നു. ഇതിനെ ഡോപ്പമൈൻ എഫക്റ്റ് എന്ന് പറയുന്നത്. ഡോപ്പമൈൻ എഫക്റ്റ് എന്ന് വെച്ചാൽ നമുക്ക് കിട്ടുന്ന സന്തോഷം പിന്നെയും പിന്നെയും അതേ അളവിൽ തന്നെ കിട്ടണമെങ്കിൽ ഇവയെല്ലാം നമ്മൾ കൂടുതൽ ഉപയോഗിക്കേണ്ടി വരുന്നു. സോ അതുകൊണ്ട് ഈ അധിക സന്തോഷം തരുന്ന കാര്യങ്ങൾ നമ്മൾ നിയന്ത്രിക്കുന്നത് വളരെ നന്നായിരിക്കും. ഡോപ്പമൈൻ കൂടുതൽ നാച്ചുറലായിട്ട് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി ശരിയായ വ്യായാമം ചെയ്യുക, ദിവസവും നന്നായി ഉറങ്ങുക, 7-8 മണിക്കൂർ ഉറങ്ങുക, ചില ഹോബീസിൽ ഏർപ്പെടുക, സ്പോർട്സിൽ ഏർപ്പെടുക, ചില ടാസ്കിൽ ഏർപ്പെടുക. അതായത് ഒരു ദിവസം ഇന്ന കാര്യം കംപ്ലീറ്റ് ചെയ്യുമെന്ന ലക്ഷ്യത്തോടു കൂടി അതിൽ ഏർപ്പെടുക. ദെൻ നന്നായി ചിരിക്കുക, പ്രകൃതിയിൽ സമയം ചെലവഴിക്കുക എന്നിവയും ഡോപ്പമൈൻ കൂടുതൽ ഉൽപ്പാദിപ്പിക്കാൻ നമ്മളെ സഹായിക്കും. പിന്നെ ഡാർക്ക് ചോക്ലേറ്റിൽ അടങ്ങിയിട്ടുള്ള ആന്റി ഓക്സിഡന്റുകൾ ഡോപ്പമൈൻ ഉൽപ്പാദിപ്പിക്കാൻ നമ്മളെ സഹായിക്കുന്നുണ്ട്. ഇന്ന് രതി മുറിച്ച സമയത്തും ഡോപ്പമൈൻ കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ചില പ്രോട്ടീനുകൾ, മുട്ട, മാംസം, മീൻ, നട്ട്സ്, പയറുവർഗ്ഗങ്ങൾ എന്നിവ ഡോപ്പമൈൻ കൂടുതൽ ഉൽപ്പാദിപ്പിക്കാൻ നമ്മെ സഹായിക്കുന്നു. അടുത്ത ഹോർമോൺ ഓക്സിറ്റോസിൻ എന്ന ഹോർമോണാണ്. ഇത് ലവ് ഹോർമോൺ എന്നറിയപ്പെടുന്നു. ഇത് ഹൈപ്പോതലാമസ് ഉൽപ്പാദിപ്പിച്ചിട്ട് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ കളക്ട് ചെയ്യുന്നു. എന്നിട്ട് അവ രക്തപ്രവാഹത്തിലേക്ക് വിടുന്നു. ഇത്
പ്രസവ സമയത്ത് യൂട്രൈൻ കൺട്രാക്ട് ചെയ്യാൻ സഹായിക്കുന്നു. അതുപോലെ തന്നെ മുലയൂട്ടുന്ന അമ്മമാരിൽ കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കാൻ ഈ ഹോർമോൺ നമ്മളെ സഹായിക്കുന്നു. ഇത് അമ്മയും കുഞ്ഞുമായിട്ടുള്ള ആത്മബന്ധം ഊട്ടിയുറപ്പിക്കാനും സഹായിക്കുന്ന ഹോർമോണാണ്. ഈ ഹോർമോൺ മറ്റുള്ളവരുമായി പെരുമാറുമ്പോഴും മറ്റുള്ളവരെ വിശ്വസിക്കുമ്പോഴും മറ്റുള്ളവരെ ആയിട്ട് വാത്സല്യത്തോടുകൂടി ദയവായി പെരുമാറുമ്പോഴൊക്കെ ഈ ഹോർമോൺ കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. പിന്നെ അടുപ്പം, പ്രണയം, ലൈംഗിക ഉത്തേജനം എന്നീ സമയങ്ങളിലും ഉമ്മ വയ്ക്കുക, ആലിംഗനം ചെയ്യുക, സെക്സിൽ ഏർപ്പെടുക, പാർട്ണറെ കൊണ്ട് മസാജ് ചെയ്യിപ്പിക്കുക തുടങ്ങിയ സമയങ്ങളിലെല്ലാം ഈ ഹോർമോൺ ധാരാളം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. പിന്നെ വീട്ടുകാരും കൂട്ടുകാരുമായി ഭക്ഷണം കഴിക്കുക, ഇഷ്ടപ്പെട്ട ആളുകളുമായി ഭക്ഷണം ഷെയർ ചെയ്യുക എന്നീ സമയത്തും ഈ ഹോർമോൺ കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. പിന്നെ പ്രധാനമായി ഈ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് നമ്മുടെ പെറ്റ്സ് അഥവാ മറ്റ് ജീവികളെ, വീട്ടിൽ വളർത്തുന്ന ജീവികളെ താലോലിക്കുമ്പോഴും ഈ ഹോർമോൺ ധാരാളം ഉൽപ്പാദിപ്പിക്കപ്പെടും. മറ്റൊരു സന്തോഷ ഹോർമോണാണ് സീറോട്ടോണിൻ. ഇത് മൂഡ് സ്റ്റെബിലൈസർ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇത് നമ്മുടെ മാനസികാവസ്ഥയെ നിയന്ത്രിക്കുന്നതിനും അനാവശ്യമായ ഉത്കണ്ഠ, അമിതമായ സമ്മർദ്ദം എന്നിവ നിയന്ത്രിക്കുന്നതിനും നല്ല ഉറക്കം തരുന്നതിനും സഹായിക്കുന്നു. ഇവ നമ്മുടെ പഠനശേഷി, ഓർമ്മശക്തി എന്നിവ കൂട്ടുന്നതിനും എല്ലാത്തിനും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനും സഹായിക്കുന്നു. ഈ സീറോട്ടോണിൻ നമ്മുടെ കുടലിലുള്ള മ്യൂക്കസ് മെമ്പറൈനാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. അതുകൊണ്ട് ഭക്ഷണം ദഹിക്കുന്നതിനും വിശപ്പുണ്ടാകുന്നതിനും ഈ ഹോർമോൺ കാരണമാകുന്നു. ആഹാരം കഴിച്ചു കഴിഞ്ഞ് വയറ് നിറയുമ്പോൾ മതി എന്ന് തോന്നിപ്പിക്കുന്നതും ഈ ഹോർമോണാണ്. ഡോപാമൈൻ തരുന്ന സന്തോഷം വളരെ കുറച്ച് സമയത്തേക്ക് മാത്രമേ നിലനിൽക്കുകയുള്ളൂ. പക്ഷേ സീറോട്ടോണിൻ തരുന്ന സന്തോഷം, സമാധാനം, സംതൃപ്തി എന്നിവ അത് ശരീരത്തിൽ നിലനിൽക്കുന്നു. ഇതിന്റെ അളവ് ശരീരത്തിൽ കുറയുകയാണെങ്കിൽ നമ്മൾ നിരാശ, ഉത്കണ്ഠ, വിഷാദം എന്നിവയ്ക്ക് അടിമപ്പെടുന്നു. നാച്ചുറലായിട്ട് സീറോട്ടോണിൻ ലെവൽ കൂട്ടുവാനുള്ള ഉപാധികൾ എന്തെന്ന് വെച്ചാൽ ശരിയായ വ്യായാമം, പ്രധാനമായിട്ടും ഗ്രൂപ്പ് എക്സസൈസ്, ഔട്ട്ഡോർ എക്സസൈസ് ചെയ്യുക, പ്രകൃതിയുമായി സമയം ചെലവഴിക്കുക, നന്നായി സൂര്യപ്രകാശം കൊള്ളുക എന്നിവ ഇതിന്റെ ലെവൽ കൂട്ടുന്നതാണ്. ആഹാരം, ഒമേഗ-3 ഫാറ്റി ആസിഡ് അടങ്ങിയിരിക്കുന്ന മത്തി, സാൽമൺ അഥവാ ചെമ്പല്ലി എന്നിവ കഴിക്കുന്നത് കൊണ്ട് സീറോട്ടോണിൻ ലെവൽ കൂടുന്നതാണ്. ട്രിപ്റ്റോഫാൻ അടങ്ങിയിട്ടുള്ള ആഹാര സാധനങ്ങൾ, മുട്ട, പൈനാപ്പിൾ, ചീര എന്നിവ കഴിക്കുന്നതും സീറോട്ടോണിന്റെ ലെവൽ ശരീരത്തിൽ കൂട്ടുന്നു. അടുത്ത ഹോർമോണാണ് എൻഡോർഫിൻ. ഇത് നാച്ചുറൽ പെയിൻ കില്ലർ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇതൊരു വേദന സംഹാരിയാണ്. നമ്മുടെ ശരീരത്തിൽ എപ്പോഴെങ്കിലും വേദന ഉണ്ടാകുമ്പോൾ, അത് മാനസിക സമ്മർദ്ദം അനുഭവിക്കുമ്പോഴൊക്കെ ഈ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഇത് വേദന സംഹാരി എന്ന നിലയിലും നമുക്ക് സന്തോഷം അഥവാ സന്തോഷത്തിന്റെ പാരമ്യം, ഉന്മാദം എന്ന അവസ്ഥയിലേക്ക് എത്തിക്കാനും ഈ ഹോർമോൺ സഹായകരമാണ്. ഇത് എക്സസൈസ് അഥവാ ഹൈ ഇന്റൻസിറ്റി എക്സസൈസ് ചെയ്യുമ്പോൾ ഈ ഹോർമോൺ ധാരാളം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. പിന്നെ ആഹാര സാധനങ്ങൾ, ഡാർക്ക് ചോക്ലേറ്റ്, സ്പൈസി ഫുഡ്, നല്ല ഭക്ഷണങ്ങൾ എന്നിവ കഴിക്കുമ്പോഴും ഈ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. ഹൈ ഇന്റൻസിറ്റി എക്സസൈസ് ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിൽ പല ദോഷങ്ങൾക്ക് ഇടയാക്കും. അതുകൊണ്ട് മിതമായ വ്യായാമമായിരിക്കും നല്ലത്. അതുകൊണ്ട് സന്തോഷകരമായ ഈ ഹോർമോണുകൾ നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് നമ്മളെ സന്തോഷമായിരിക്കാൻ സഹായിക്കുന്നു. അതുകൊണ്ട് ഈ ഹോർമോൺസിന്റെ ഡോസ് കൂട്ടുക, സന്തോഷകരമായിരിക്കുക. താങ്ക് യു.